ABC മലയാളത്തിലേക്ക് ലയൺ മുരുക റോയൽ കിങ്ഡത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവും ഒക്കെയായ ആർ രജിത് കുമാറിന് സ്വാഗതം. മുരുക ഭഗവാൻ വെളിപ്പുറത്തുള്ള മുരുക ഭഗവാന്റെ നിയോഗങ്ങൾ ജീവിതവൃതമാക്കിയ ആളാണ് രജിത് കുമാർ. അദ്ദേഹത്തെ നമ്മുടെ പ്രേക്ഷകരിൽ കുറേ പേർക്കൊക്കെ അറിയാം. ABC മലയാളത്തിൽ ആദ്യമായാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംഭാഷണം വരുന്നത്. അദ്ദേഹത്തെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. വളരെ കൗതുകകരമായ ഒരു കാര്യമാണ് മുരുകൻ വെളിപ്പുറത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അങ്ങയെ ജീവിതത്തിലുടനീളം കൈ പിടിച്ചുകൊണ്ട് മുരുകൻ കൊണ്ടുപോവുകയാണ്. എങ്ങനെയാണ് മുരുകനുമായിട്ടുള്ള ഈ ചെങ്ങാത്തം തുടങ്ങുന്നത്? അത് ശരിക്കൊരു അത്ഭുതമായ കാര്യമാണ്. കാരണം നമ്മൾ സാധാരണ ജീവിതത്തിൽ ജീവിച്ചു പോണ സമയത്ത് പെട്ടെന്ന് ഉണ്ടായ ഒരു വിളിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുരുകൻ്റെ. 28ാമത്തെ വയസ്സിലാണ് അതിൻ്റെ ആരംഭം. എൻ്റെ ഒരു സ്വപ്നം വരെയാണ്, ഞാൻ മുരുകനാണ്. അതിൽ വിളിച്ചുള്ളൂ, ഞാൻ മുരുകനാണ്, 30 വയസ്സിന് ശേഷം നീ എൻ്റെ സംരക്ഷണയിലായിരിക്കും. അതാണ് ശേഷം. അതായിരുന്നു ആ സ്വപ്നം. ആദ്യമായിട്ട് ഞാൻ അങ്ങനെ അമ്പലത്തിൽ പോണ ആളൊന്നുമല്ല ആ സമയത്തായിട്ടാ. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി. കാരണം അതിലൊരു സമയം പറഞ്ഞിട്ടുണ്ടല്ലോ, 30 വയസ്സിന് ശേഷം. അന്ന് 28 വയസ്സാണ്, 2 വർഷം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ 30 വയസ്സിൽ എന്ത് നടക്കും? അതായിരുന്നു എൻ്റെ ചിന്ത മുഴുവൻ. അല്ല, അത് വെറും ഒരു സ്വപ്നമായിട്ട് കളഞ്ഞില്ല. അതിൽ 2 കാരണം കൊണ്ടാണ്. ഒന്ന്, ഞാൻ ആ സമയത്ത് ഒരു സിനിമ സ്ക്രിപ്റ്റ് എഴുതി എങ്ങനെയെങ്കിലും ഒരു സിനിമയിൽ നല്ലൊരു എഴുത്തുകാരൻ, സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പേരെടുക്കണം എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന സമയം. ആ സമയത്ത് പകരം അനുഗ്രഹം വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും 30 വയസ്സിന് ശേഷം ഒരു സിനിമയിൽ വലിയൊരാളായി മാറും. അതാണ് കണക്ട് ചെയ്തത്. 2, 30 എന്നൊരു സമയം പറഞ്ഞ കാരണമാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയത്. കാരണം അവിടെ എന്ത് നടക്കണം, 30 എന്ത് നടക്കാൻ പോകണം. അപ്പോൾ ഞാൻ അന്നൊരു പഴനിമലയ്ക്ക് പോയി. പിന്നത്തെ ആഴ്ച എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചുകൊണ്ട് പോയി പഴനിമലയ്ക്ക് പോയി. നമ്മൾ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല ഈ കാര്യങ്ങൾ. പക്ഷെ വരിയിൽ നിൽക്കുമ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ എന്തിനാ വന്നതെന്ന് അറിയാം, ഇങ്ങനെ കാര്യം കണ്ടിട്ടാണ് പറഞ്ഞു. അപ്പോൾ അതെന്നെ കളിയാക്കിയിട്ട് നീ വലിയ ആളാൻ പോകല്ലേ എന്നൊക്കെ അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് പോന്നു. അതിന് ഗൗരവം അപ്പോഴും അറിയില്ല. പക്ഷെ 30ാമത്തെ വയസ്സിൽ ഞാൻ പിന്നെ മറന്നു. നമ്മൾ സാധാരണ ജോലിക്ക് പോയി അങ്ങനെ പോയി അതങ്ങനെ മറന്നു. ഒരു 30ാമത്തെ വയസ്സിൽ, അന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ഒരു സമയത്ത് അത് നടന്നു, സംഭവം നടന്നു. അതാണ് അടുത്തൊരു അത്ഭുതമായിട്ട് മാറിയ ജീവിതത്തിൽ. ഞാൻ ഒരു ദിവസം രാത്രി ഒരു 9 വരെ ആകുമ്പോൾ കടന്നുറങ്ങാൻ. അപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ ഉറങ്ങി കടന്നു. ഞാൻ എൻ്റെ റൂമിൽ പോയിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തു, ഫാനൊക്കെ ഇട്ട് ബെഡിൽ കടന്നു. പെട്ടെന്ന് എൻ്റെ ബോഡി സെമി പാരലൈസായി. കയ്യും കാലും അനക്കാൻ പറ്റുന്നില്ല, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഫാൻ തിരിയുന്നതൊക്കെ എനിക്ക് അറിയുന്നുണ്ട്. പെട്ടെന്നൊരു കുട്ടി എൻ്റെ അടുത്ത് നിൽക്കണ ഒരു ഫീലിംഗ്. കുട്ടി എൻ്റെ പേര് വിളിച്ച് പറഞ്ഞിട്ട് ഞാനൊരു മന്ത്രം പറയാം, മന്ത്രം 3 വട്ടം പറയണം എന്ന് പറഞ്ഞു. എന്തോ ഒരു മന്ത്രം എൻ്റെ ചെവിട്ടിൽ കാതിൽ പറയുന്നുണ്ട്. എന്നെ നാവുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. പക്ഷെ മന്ത്രം എനിക്ക് ഓർമ്മയില്ല, ഇന്നും ഓർമ്മയില്ല. 3 വട്ടം അത് കഴിഞ്ഞതോടുകൂടി ആ കുട്ടി നടന്നു പോയ പോലെ ഫീൽ ചെയ്തു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബോഡി റിലാക്സായി, എണീറ്റിരുന്നു. അങ്ങനെ ഒന്ന് വീണ്ടും കടന്നുറങ്ങി. പിറ്റേ ദിവസം കാലത്താണ് ഇങ്ങനൊരു സംഭവം നടന്നത് വീണ്ടും ഞാൻ ഓർമ്മിച്ചെടുക്കണം. അപ്പോൾ 30ാമത്തെ വയസ്സിൽ പറഞ്ഞ പോലെ നടന്നു, ഒരു സംഭവം നടന്നു. അതെനിക്കൊരു അത്ഭുതമായി തോന്നി. അപ്പോഴും പിന്നെ സാധാരണ വീണ്ടും നോർമൽ ലൈഫിലേക്ക് തന്നെയാണ് പോണത്. കല്യാണം കഴിഞ്ഞു, ഒരു 2 കൊല്ലം കൂടി അങ്ങനെ പോയി. 32 വയസ്സ്. അവിടെ നിന്നാണ് ടോട്ടൽ ചേഞ്ച് ആവണത്. ആ സമയത്ത് വീണ്ടും ഒരു സ്വപ്നം വരെയാണ് പഴനിമലയിൽ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പഴനി പോയി തുടങ്ങിയിരുന്നു. അപ്പം അപ്പോഴും ഉദ്ദേശം സിനിമയാണ്. അപ്പോൾ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട്. തിരക്കഥ എഴുതിയായിരുന്നോ? ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. 3-4 കഥയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പല തമിഴ് സംവിധായകരെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ ആ സംഭവം നന്നായിട്ട് പോവും എന്നുള്ളൊരു ആഗ്രഹം. കാരണം ഭഗവാൻ ഒപ്പുണ്ട്, അനുഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പഴനി പോയി തുടങ്ങി. ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് സിനിമ സ്ക്രിപ്റ്റ് ഒന്ന് ശരിയാക്കണേ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവിടെ എനിക്കൊരു മഹാലിംഗം എന്ന് പറഞ്ഞ ഒരാളെന്നെ പരിചയമായി. അവിടെ ചെല്ലുമ്പോൾ ഒരു തമിഴ് ആളാണ്, അവിടുത്തെ ബാർബറാണ് ആളാണ്. പിന്നെ എന്നെ സഹായിക്കുക അവിടെ ചെല്ലുമ്പോൾ. അപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു സ്വപ്നം കാണുകയാണ്. ഞാൻ സ്വപ്നം കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പഴനിമലയിൽ പോണു, തൊഴുത് നിൽക്കുമ്പോൾ പെട്ടെന്ന് എല്ലാ ഡോറും ക്ലോസ് ചെയ്യാണ്. എല്ലാവരോടും പുറത്തേക്ക് പോകാൻ പറയുക. ക്ഷേത്രത്തിൽ ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങി, എനിക്ക് പോകാൻ വഴി അറിയുന്നില്ല. ബാക്ക് സൈഡിൽ എത്തിപ്പെടുക ക്ഷേത്രത്തിന്. അപ്പോൾ പിന്നിലൊരു വഴി കാണുകയാണ്. നമ്മൾ ഫ്രണ്ട് കൂടെയാണ് പഴനിമല കയറി വരിക. ബാക്ക് സൈഡിൽ ഒരു വഴി. ആ വഴി കൂടെ ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ഗുഹയുടെ അവിടെ എത്തി. അപ്പോൾ ആരെന്നോട് പറയുന്നുണ്ട്, ആ ഗുഹയ്ക്കുള്ളിലാണ് ഭോഗർനാഥർ സിദ്ധർ വെച്ച 2ാമത്തെ വിഗ്രഹം ഇരിക്കുന്നത്, പ്രാർത്ഥിച്ചോളൂ. ഇതാണിത്. എനിക്കന്ന് ഭോഗർനാഥർ സിദ്ധർ ആരാന്നറിയില്ല. ഈ ഒരു സ്വപ്നം കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനായി. പഴനിമലയിൽ പോകണം, അങ്ങനെ ഒരു വഴി ഉണ്ടോ എന്ന് നിൽക്കുമ്പോൾ മഹാലിംഗത്തിന് ഫോൺ വരുന്നു. എൻ്റെ കല്യാണമാണ്,
വരണം എന്നൊരു ഇൻവിറ്റേഷൻ പഴനിക്ക് വരാൻ. പഴനിക്ക് വരാം. അത് ഭഗവാൻ ഇൻവിറ്റേഷൻ ചെയ്ത പോലെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ പോയി പഴനിമല. ഇപ്പോൾ എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു. ആ പഴനിമല മുകളിൽ അപ്പോൾ രാത്രിയിലാണ് കല്യാണം. അവിടെ രാത്രി കല്യാണം ക്ഷേത്രത്തിൽ വെച്ചാണ് അല്ലേ? അല്ല അതൊരു മണ്ഡപത്തിൽ വെച്ചാണ്. പക്ഷെ നമ്മൾ പഴനിയിൽ ഉച്ചയ്ക്ക് എത്തണം, കാലത്തെത്തണം, തൊഴുത് കഴിഞ്ഞ് രാത്രി കല്യാണത്തിന് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ പഴനിമല കയറി ഭഗവാനെ തൊഴുത് നിൽക്കുകയാണ്. ഞാൻ ആ സമയത്ത് ഞാൻ കാണുകയാണ് എല്ലാ ഡോറും അടച്ചു തുടങ്ങി. സ്വപ്നത്തിൽ കണ്ടതുപോലെ അതേപോലെ ഒരു ക്രിസ്റ്റഫർ നോളന്റെ സിനിമ കാണുന്ന പോലെ ഇതെല്ലാം കഴിഞ്ഞ ആഴ്ച നടന്നതെന്നൊരു ഫീലിംഗ് വന്നു. ശരിക്കും അതേപോലെ എല്ലാവരും പുറത്ത് പോകുന്നു പറയും. അപ്പം ഞാൻ ഒരിക്കലും പഴനിമല കാലത്ത് തുറന്നു കഴിഞ്ഞാൽ രാത്രി ഒരു അടക്കില്ല. കേരളത്തിലെ ക്ഷേത്രങ്ങളെ പോലെയല്ല. കേരളത്തിലെ ഉച്ചയ്ക്ക് അടയ്ക്കും, അവിടെ അടക്കില്ല. അവിടെ കാലത്ത് 6 മണി ആളുകൾക്ക് വന്നുകൊണ്ടിരിക്കുക. രാത്രി 9 മണിയായിട്ടാണ് പിന്നെ അടയ്ക്കുള്ളൂ. അതാണ് അവിടുത്തെ സിസ്റ്റം. പക്ഷെ ഇത് 12 മണിയായിട്ടുള്ളൂ, 12:30 ആയിട്ടുള്ളൂ. അപ്പൊ ഇത് അടയ്ക്കണു. ഞാൻ അടുത്തിരിക്കുന്ന ആളോട് ഞാൻ ഈ നേരത്തെ അടയ്ക്കണമെന്ന് വെച്ചു. അപ്പൊ ഇന്ന് സൂര്യസംഹാരമാണ്. അപ്പൊ ഭഗവാൻ നട അടച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ വിഗ്രഹം ഭഗവാനെ താഴ്ത്തിക്ക് എഴുന്നള്ളിച്ച് ഗിരിവലം ചുറ്റി രാത്രി സൂര്യനെ സംഹരിച്ച് തിരിച്ചു വന്ന് രാത്രി 10:30 വീണ്ടും തുറക്കുള്ളൂ. അതാണ് ആ ദിവസത്തെ ആചാരം. അപ്പൊ ഞാൻ ഇത് കണ്ടതൊക്കെ കറക്റ്റായിട്ട് വരിക. അപ്പൊ ഇനി അടുത്തത് എന്താ, ബാക്കിലെ വഴി ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നിലേക്ക് പോയി. അപ്പൊ ഞാൻ ഒരു ലേഡീസ് ബാത്റൂമിന്റെ സൈഡിൽ കൂടെയാണ് ആ വഴി കണ്ടത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ നോക്കിയപ്പോ അങ്ങനെ ഒരു വഴി ഉണ്ട് അവിടെ. അപ്പൊ ഞാൻ അതിന്റെ സൈഡിൽ കൂടെയാണ് നടന്നു പോണത്. അപ്പൊ ഞാൻ കറക്റ്റ് അറിയണ കാരണം ഞാൻ ബാക്ക് സൈഡിൽ ലേഡീസ് ബാത്റൂം കണ്ടു. ആ സൈഡിൽ വഴി നോക്കുമ്പോൾ വഴിയുണ്ട്. ആ വഴി സെക്യൂരിറ്റിക്കാരോട് പറഞ്ഞു എനിക്ക് താഴ്ത്തി പോകുന്നത് ഈ വഴിക്കൊന്നും അലൗഡല്ല പബ്ലിക്കിന് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു സ്വപ്നം കണ്ടിട്ടാ വരണേന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ അവൻ എന്താ പൊക്കോളാൻ പറഞ്ഞു. താഴ്ത്തേക്ക് എത്തി. അവിടെ സെക്യൂരിറ്റി ഓഫീസർ 4-5 സെക്യൂരിറ്റിക്കാരുണ്ട്. അവരോട് പറഞ്ഞു എനിക്ക് താഴ്ത്തേക്ക് പോകണം. അപ്പോൾ ചെറിയ മഴ ചാറുണ്ട്. നവംബറിലാണ് സൂര്യസംഹാരം. അപ്പോൾ അവർ സമ്മതിച്ചില്ല. ഞാൻ സ്വപ്നം കണ്ടിട്ടാണ് പറഞ്ഞിട്ടും ആള് പറഞ്ഞു വിടാൻ പറ്റില്ല, കാരണം മഴ ചാറുണ്ട്, പാറയാണ്, നിങ്ങൾ വഴി ഇറങ്ങി പോയിട്ട് വീണ്ടും മലയുടെ താഴേക്ക് ഇറങ്ങാണ്, താഴത്തേക്ക് ഇറങ്ങി പോവാം. ആ വഴി എന്താന്ന് വിചാരിച്ചാൽ നമ്മൾ മുരുകൻ 6 അഭിഷേകങ്ങൾ നടക്കും ഒരു ദിവസം. ഈ 6 അഭിഷേകങ്ങൾ നടത്തുന്നത് മുരുകൻ്റെ ആയിട്ടുള്ള കുളമുണ്ട്, നന്ദാവനം തീർത്ഥം എന്നാ പറയുക. അവിടുന്ന് കൊണ്ടുവന്ന വെള്ളം മാത്രമാണ് ഉപയോഗിക്കുക. അതെവിടെയാ തീർത്ഥം? അത് പഴനിമലയിൽ നിന്ന് ഒരു 1.5-2 കിലോമീറ്ററിന്റെ ഉള്ളിലുള്ള സ്ഥലം. ഇറങ്ങി പോകണം, എന്നിട്ട് 2 കിലോമീറ്റർ പോകണം പഴനിമലയിൽ നിന്ന്. അവിടുന്ന് അത് പണ്ടാരം എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരുണ്ട്, അവർക്കാണ് അതിൻ്റെ അവകാശം. അപ്പോൾ അവരൊന്ന് വലിയ കുടത്തുനിന്ന് വെള്ളം കൊണ്ടുവന്ന് ഈ വഴി കൂടെ കയറി വന്നിട്ട് അഭിഷേകം ചെയ്യുക, അല്ലാണ്ട് വേറെ വെള്ളം ഉപയോഗിക്കില്ല. അപ്പോൾ അവർക്ക് വരാനുള്ള വഴിയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു നിങ്ങൾക്ക് വിടാൻ പറ്റില്ല, നിങ്ങൾ മഴ പെയ്യുന്നുണ്ട്, വീണോ നിങ്ങൾക്ക് വല്ലതും പറ്റിയ എൻ്റെ ഉത്തരവാദിത്തമല്ല, എനിക്ക് അനുവദിക്കാൻ പറ്റില്ല. കുറേ പറഞ്ഞു, രക്ഷയില്ല. സാറേ പറഞ്ഞു എന്നാൽ ശരി, ഞാൻ ഭഗവാൻ പറഞ്ഞിട്ടാ വന്നാൽ, നിങ്ങൾ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോകാന്ന്. തിരിച്ചങ്ങനെ നടക്കുമ്പോൾ വിളിച്ച് പൊക്കോളാൻ പറഞ്ഞു. അവർക്ക് മനംമാറ്റം ഉണ്ടായി. അതെ, അവിടെ ഇങ്ങനെ അത് എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ഇങ്ങനത്തെ തടസ്സങ്ങൾ ഏത് വഴിക്കാണ് പോകണമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോയി. എനിക്ക് ഗുഹയൊന്നും കാണാൻ പറ്റിയില്ല. ഞാൻ താഴത്തെത്തി. ഇനി അടുത്തതുണ്ട്, എൻ്റെ കൂട്ടുകാരനുണ്ട് അടുത്തത്, ഒരു കൂടെയുണ്ട്. ഒരു വണ്ടിയിൽ കയറി മുമ്പിലേക്ക് വന്നു, ഓട്ടോറിക്ഷയിൽ കയറി വീണ്ടും മലടിവാരത്തിലെ ഫ്രണ്ടിലെത്തി. അപ്പോൾ ഇത് എന്താ ചെയ്യാൻ നോക്കുമ്പോൾ ആരോടെ ചോദിക്കുക, കാര്യങ്ങൾ എന്താ, വേറെ വിഗ്രഹത്തിൻ്റെ കഥകളൊക്കെ അറിയാൻ എന്താ ചെയ്യുക, ആരും അറിയില്ല എനിക്കന്ന് പഴനി. അപ്പോൾ നോക്കുമ്പോൾ ഒരു പഴനി ദേവസ്വത്തിൻ്റെ ഒരു മ്യൂസിയത്തിൻ്റെ ബോർഡ് കണ്ടു. അപ്പോൾ അവിടെ ഇരിക്കണവർക്ക് എന്തെങ്കിലും അറിയാൻ വഴിയുണ്ടല്ലോ വെച്ച് മെല്ലെ കയറി ചെന്ന്, അവിടെ ഒരാൾ തിരക്കൊന്നുമില്ല, അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആളോട് വെറുതെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വെറുതെ ചോദിച്ചു, ഇങ്ങനെ പഴനിമലയിൽ 2 വിഗ്രഹമുണ്ട് ഭോഗനാഥ് മഹർഷിയുടെ, അത് ശരിയാണ്, അത് വരലാറാണ്. വരലാറെന്ന് പറഞ്ഞാൽ ചരിത്രമാണ്, ഐതിഹ്യമാണ്. ഒരു വിഗ്രഹം നമ്മൾ ഇപ്പോൾ ഭഗവാൻ വെച്ചിട്ടുള്ള ഭൗരകാന്റെ വിഗ്രഹം, നവപാഷാണ വിഗ്രഹം, അത് 9 വിഷം കൂടിയിട്ട്, ആ വിഗ്രഹത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഭോഗനാഥ ചിത്ര വെച്ചത് 9 വിഷം കൂടി ചേർത്ത് ഔഷധമാണോ? വിഷം 9 വിഷം സ്പെഷ്യലായിട്ട് കൂട്ടാകുമ്പോൾ അത് ഔഷധമായിട്ട് മാറും. അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് അതിൽ അഭിഷേകം ചെയ്യണതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാന്ന് പറയുന്നത്. അപ്പൊ ആ ഗ്രാനൈറ്റിനെക്കാളും സ്ട്രോങ് ആണ്. അപ്പൊ അതൊരു അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ ഈ വിഗ്രഹം ഉണ്ടാക്കുമ്പോൾ തന്നെ ഭഗവാൻ വേറൊരു വിഗ്രഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ചെയ്തത്. ഈ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് പ്രതിഷ്ഠിച്ച ശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യനായ പുലിപ്പാണി സിദ്ധർക്ക് അതിന്റെ അവകാശം കൈമാറി നീ വിഗ്രഹത്തിനെ പൂജിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സമാധിയായി പോണത്. എന്തിനാണ് ഈ 2 വിഗ്രഹം ഉണ്ടാക്കിയത്? അതാണ് അതിലേക്കാണ് ഞാൻ വരുന്നത്. അതിന്റെ ഐതിഹ്യം പറയണത്, ഈ വിഗ്രഹം ഉണ്ടാക്കിയപ്പോൾ തന്നെ 2ാമതൊരു വിഗ്രഹം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നിട്ടൊരു സ്ഥലത്ത് മറച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം നിയോഗിക്കുന്ന ആളോ വന്നിട്ട് അത് എടുക്കണം. അതാണ് അതിന്റെ ഐതിഹ്യം. എന്തിനുണ്ടാക്കിയെന്നുള്ളത് നമുക്ക് തീർച്ചയായും അതിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട കാര്യം. അന്ന് എനിക്കിതൊന്നും അറിയില്ല, ഭോഗനാഥ ചിത്ര ആരാന്നറിയാം, ഒന്നും അറിയാത്തൊരു സമയം.
അപ്പൊ ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. എന്നിട്ട് ആൾ അടുത്തൊരു വാദ്യം കൂടി മ്യൂസിയത്തിൽ അടുത്തൊരു വാദ്യം അത് ഞാനാവും നിങ്ങളാവാന്ന് പറഞ്ഞു. കണ്ടെത്താൻ പോകുന്ന ആള് അപ്പൊ ഞാനൊന്നും കൂടി ഇതായി. ഞാനത് അവിടെ ചെന്ന് അപ്പൊ വീണ്ടും കയറി മല കയറി. അപ്പൊ ഒന്നും കൂടെ ഉറപ്പായില്ല. അത് ആരോടെങ്കിലും പറയണം നോക്കുമ്പോ അവിടെ കമ്മീഷണർ നിൽക്കണം, ദേവസ്വം കമ്മീഷണർ. അപ്പൊ ആളെ മനസ്സിലാക്കാൻ കാരണം, ഒരു മാസം മുമ്പ് ഞാൻ പഴനിയിലേക്ക് വരണ മുമ്പ് ഇദ്ദേഹം ഒരു വലിയ കാവടിയും പിടിച്ച് മലയേറിയവരുണ്ട്, ചുറ്റും പോലീസുകാരുണ്ട്. പഴനി ദേവസ്വം കമ്മീഷണർ കേട്ടാ. ഒരു 6 അടി ഉള്ള ഒരാളും ഒപ്പമുണ്ട്, ഒരു കമാൻഡോ പോലത്തെ ഒരാളുണ്ട്. അപ്പൊ ഇത് ആരാന്ന് ഞാൻ ചോദിച്ചു, കാരണം ഇങ്ങനെ വരണ കണ്ടപ്പോ ദേവസ്വം കമ്മീഷണറാന്ന്. അത് ഞാൻ ആളെ മനസ്സിലായത് എനിക്ക്. അവിടെ നോക്കുമ്പോൾ മറ്റേ മനുഷ്യനും ഉണ്ട് ഒപ്പം, റെഡിയുള്ള ആളുണ്ട്. ഇത് നമുക്കറിയണം, ഇത് ഇവരോട് ചെന്ന് പറയാന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് പറയാൻ നോക്കുക. ആരും അനുവദിക്കുന്നില്ല ഉള്ളിലേക്ക് പോകാൻ. കാരണം എന്താ, സൂര്യസംഹാരമാണ്, തിരക്കുള്ള സമയമാണ്, ഇവിടെ നിന്നൊന്നും കാണാൻ പറ്റില്ല, പൊക്കോ എന്ന് പറയുക. അവസാനം ഞാൻ വീണ്ടും ഫ്രണ്ടിൽ വന്നിരുന്നു പൈന്. അപ്പോൾ എൻ്റെ സുഹൃത്ത് ധൃതി വിട്ടു തുടങ്ങി, എന്തൊരു ചെയ്യുക, പോവല്ലേ എന്ന് വെച്ചു. എന്നിട്ട് 5 മിനിറ്റ് കൂടി നോക്കാം, ഒന്നും നടത്തിലേക്ക് പോകാന്ന് പറയും. ഒരു 3 മിനിറ്റ് ആകുമ്പോൾ ഈ 6 അടി ഉയരമുള്ള അദ്ദേഹത്തിൻ്റെ പേര് കാളിയപ്പെന്നാണ്, അദ്ദേഹം എൻ്റെ മുമ്പ് കൂടെ പോണു. ഞാൻ ഓടി ചെന്ന് ആളോട് കാര്യം പറഞ്ഞു. ആള് തിരിച്ചു പോയി, ആളപ്പന്ന് ഓടിപ്പോയി കമ്മീഷണറോട് പറഞ്ഞു. എന്നെ കമ്മീഷണറുടെ അടുത്ത് വിളിപ്പിച്ചു. കമ്മീഷണർ പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഇവിടെ താമസിക്കുക, ഞാൻ തിരക്കാണ്, നാളെ കാലത്ത് എനിക്ക് ആ സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. നാളെ ആളുന്ന റൂം തന്നു എനിക്ക് ദിവസം. 2005 ഇതൊക്കെ നടക്കണേ കേട്ടാ. റൂമിൽ താമസിച്ച് പിറ്റേ ദിവസം കാലത്ത് 6 മണിക്ക് ഞാൻ മല കയറിയിട്ട് അവിടെ എനിക്ക് ഗുഹ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ പോണ വഴിയിൽ ഗുഹ കാണുന്നില്ല. അപ്പൊ കാളിയപ്പൻ എന്നോട് ചോദിച്ചു എന്തൊക്കെയാ കണ്ടേന്ന് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ 6 അടി ഉയരമുള്ള ഇദ്ദേഹത്തിന്റെ പി ആണത്, പി ആണ്, എപ്പോഴും ഒപ്പുണ്ടാവും. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു ഇങ്ങനെ ലേഡീസ് ബാത്റൂമിന്റെ സൈഡിൽ കൂടെയാണ്, അവിടെ ഒരു പാറയുണ്ട്, ആ പാറയുടെ മുകളിൽ ഒരു കുരങ്ങിരിക്കുന്നുണ്ടായിരുന്നു, എല്ലാം പറഞ്ഞു സ്വപ്നത്തില്. അതിന്റെ കീഴെന്ന് പറഞ്ഞു. നേരത്തെ പറയണ്ടേ വാന്ന് പറഞ്ഞിട്ട്, ഇത് ലേഡീസ് ബാത്റൂം, ഇത് ഞാൻ ഇറങ്ങി പോണ വഴി, ഇതിന്റെ നടുക്കിലൊരു പണ്ട് കാലത്ത് ഉപയോഗിച്ചൊരു വഴിയുണ്ട്, ഇപ്പൊ അത് അടഞ്ഞു കിടക്കുക. അവിടെ ഇങ്ങനെ പാറമ കൊത്തിയിട്ടുള്ള കല്ലുമ കൊത്തിയിട്ടുള്ള വഴി കാണാം നമുക്ക്. അതുകൂടെ ഇറങ്ങിയപ്പോ അതിൽ ഗുഹയിലേക്ക് എത്തും. അതിന് കുരങ്ങൻ പാറ എന്നാ പറയാന്ന്. അതവിടെ കുരങ്ങൻ പാറ എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് അത് ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ ഇവിടെയാണ് വിഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു നിങ്ങളിപ്പോ തിരിച്ചു പോവാം, ഞങ്ങൾ തൃശ്ശൂർ വരാം, ഒരാളുടെ അടുത്തേക്ക് കൊണ്ടുപോകും, ആളുടെ കൂടെ തീരുമാനം നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം അടുത്ത സ്റ്റെപ്പ് എന്നാണ്. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ 10 ദിവസം കഴിഞ്ഞപ്പോൾ അവർ തൃശ്ശൂർ വന്നു. എന്നോട് പറഞ്ഞു വണ്ടിയിൽ കയറാം. കമ്മീഷണറും ഇദ്ദേഹം ഉണ്ട്, കാളിയപ്പനുണ്ട്. എങ്ങടെ പോണെന്ന് എന്നോട് പറയുന്നില്ല. യാത്ര വണ്ടി കുറെ കഴിഞ്ഞ് ഇദ്ദേഹം ആണെങ്കിൽ ഭയങ്കര എല്ലാവർക്കും പേടിയായി കമ്മീഷണർ. കാളിയപ്പം മിണ്ടുന്നില്ല, ഇദ്ദേഹം മിണ്ടുന്നില്ല. ഞാൻ ഒറ്റ കാറിലിരുന്നിട്ട് വല്ലാണ്ട് വിമിഷ്ടായി. കുറെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പുറത്തേക്ക് ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോഴാണ് കാളിയപ്പൻ എന്നോട് പറയുന്നത് നമ്മൾ പോണത് പരപ്പനങ്ങാട് ഉന്മേഷം മണിക്കിന്റെ അടുത്താണ്. അന്നത്തെ കാലത്ത് ജയലളിതയുടെ ഒക്കെ വളരെ ഫേമസ് ആണ്. അദ്ദേഹം ഈ കമ്മീഷനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രശ്നം വെച്ചിട്ട് 1 മാസത്തിലും നിങ്ങൾക്ക് നല്ല വാർത്ത കേൾക്കും, അതിനുവേണ്ടി വ്രതം ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം വ്രതം തുടങ്ങണതാണ് ആ കാവടി എടുത്ത് വരുന്ന ദിവസം. കാണുന്നത്. പിന്നെ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പോയി പറഞ്ഞപ്പോ അവർ ഇത്രയും ഗൗരവത്തിലെടുത്തത്. ഇല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിൽ നിന്ന് ചെറുപ്പക്കാരെ 10-12 വയസ്സുള്ളൂ എനിക്ക് വന്നു കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യാ. പക്ഷെ കറക്റ്റാണ്, അവരുടെ സ്ക്രിപ്റ്റ് കറക്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി അദ്ദേഹം എന്റെ പ്രശ്നമൊക്കെ വെച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയാണ്, 21 ദിവസം വ്രതം ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ദേവസ്വംകാർ 18 ദിവസം എനിക്ക് റൂം തന്നു എനിക്ക് ഫ്രീ ആയിട്ട് പഴനിയിൽ. അങ്ങനെ ഒന്നും ഞാൻ ബസ്സിൽ കയറി പോയിട്ടില്ല, അങ്ങനെയുള്ള കാശൊന്നും ഇല്ലാത്തൊരു സമയമാണ്. റൂം തന്നു, ഞാൻ അവിടെ പോയി ലീവൊക്കെ എടുത്ത് പോയി അവിടെ താമസിച്ചു. എന്നും കാലത്ത് 6 മണിക്ക് പോവും. അപ്പോൾ അവിടുത്തെ മുകളിൽ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് ഞാൻ ആരാന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ വളരെ കമ്മീഷണർക്ക് വേണ്ടപ്പെട്ട ആളാണ്. ആളെപ്പോൾ വേണമെങ്കിൽ വന്ന് തൊഴുതോട്ടെ, ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്നോട്ടെ, ആരും ഒന്നും ചോദിക്കാൻ പാടില്ല. ഞാനും എന്നോടും ആരോടും പറയരുതെന്നും പറഞ്ഞു, രഹസ്യമായിട്ടിരിക്കണം. ഞാൻ ഈ 18 ദിവസം കാലത്ത് 6 മണിക്ക് പോകും. എനിക്ക് തോന്നുന്നത് ആധുനിക ചരിത്രത്തിൽ ഇത്ര ഭാഗ്യം കിട്ടിയ ഒരാളുണ്ടാവില്ല. കാലത്ത് 6 മണിക്ക് പോയിട്ട് ഫുൾ ടൈം ഭഗവാൻ മുമ്പിൽ ഇരുന്നിട്ട് ഞാൻ വൈകുന്നേരം 9 മണിക്ക് നട അടയ്ക്കുമ്പോൾ തിരിച്ചു വരിക. അങ്ങനെ ഒരു സമയം ആർക്ക് കിട്ടുന്നുണ്ടാവുക സാധ്യത കുറവാണ്, അവിടുത്തെ സ്റ്റാഫിനെ ഒഴിച്ചിട്ട്. അങ്ങനെ 18 ദിവസം കഴിഞ്ഞപ്പോൾ ഭഗവാനോട് തിരിച്ചു പോകാൻ പറഞ്ഞു. ഇനി കുറെ കാര്യങ്ങൾ തുടങ്ങാൻ പോവാണ്, ഇത് സ്റ്റാർട്ടിങ് ആന്ന് പറഞ്ഞു. അവിടുന്ന് അങ്ങോട്ട് എൻ്റെ യാത്ര ആകെ മാറി. ആ സമയത്ത് എൻ്റെ ഉള്ളിൽ സിനിമ സ്ക്രിപ്റ്റ് ആയിരുന്നു. ഭഗവാൻ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്യാം, അതായിരുന്നു എൻ്റെ രീതി. അത് ഗൗരവ അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഓരോ വട്ടം ഞാൻ വീട്ടിൽ വരുമ്പോൾ സ്വപ്നം വരും. അന്നൊക്കെ സ്വപ്നത്തിലാണ് വരിക. ഒരു മല കാണിച്ചു തരും, ഇവിടെ അപ്പോൾ മലയൊക്കെ നമുക്ക് അടയാളങ്ങളൊക്കെ കാണും. ഭോഗനാഥ തപസ് ചെയ്ത സ്ഥലമാണ്, മുരുകന്റെ സ്ഥലമാണ്, അവിടേക്ക് പോകണം, പ്രാർത്ഥിക്കണം, തിരിച്ചു വരണം. ഇതാണ്. ആ സമയത്തേക്ക് സെന്തിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ആളേനെ പരിചയം കിട്ടി.
അവിടെ അടിവാരത്തെ ഒരു കടയുള്ള ഒരുപാട് സുഹൃത്തുക്കളുള്ള ഭയങ്കര സ്പിരിച്വലായിട്ടുള്ള ഒരാളാണ്. ഇന്നാളെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഡിസ്ട്രിക്ട് പ്രസിഡൻ്റൊക്കെയാണ് ഡില്ലിക്കല്ല. അന്നതൊന്നുമല്ല, അന്നൊരു ഒരു സാധാരണയാണ്, പക്ഷെ ഭയങ്കര സ്പിരിച്വലാണ്. അപ്പോൾ ഞാൻ ആൾക്ക് വിളിച്ചു പറയും, സെന്തിൽ ഇങ്ങനെ സ്വപ്നം കണ്ടുണ്ട്, ഇന്നടയാളെന്ന് പറയും. ഒരാഴ്ചയാകുമ്പോഴേക്കും സെന്തിലിൻ്റെ കടയിൽ ആരെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ വരും. ഇവർ സ്പിരിച്വൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ അടയാളങ്ങളൊക്കെ അയാൾ പറയും. അപ്പോൾ സെന്തിൽ എന്നെ ഫോൺ വിളിക്കും, ജി അടയാളങ്ങളൊന്ന് പറയൂ. ഞാൻ അടയാളങ്ങൾ പറയും. അയാളോട് ചോദിക്കുമ്പോൾ അയാളുടെ വീടിൻ്റെ അടുത്താണ് ഈ മല. ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് യാത്ര ചെയ്യും. ഇങ്ങനെ കാടും അതുവഴി തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക്. പക്ഷെ ഈ സ്ഥലങ്ങളിലൊക്കെ ഞാൻ എന്ത് സ്വപ്നത്തിൽ കണ്ടു, എക്സാക്ട്ലി ആ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ ഭോഗനാഥ സിദ്ധർ തപസ് ചെയ്തിട്ടുള്ള സ്ഥലമായിരിക്കും. ഇങ്ങനെ ഒരു യാത്രയായിരുന്നു. ഒരു 2005 തൊട്ട് ഒരുപാട് അനുഭവങ്ങൾ ഞാൻ എൻ്റെ പുസ്തകത്തിൽ, ഈ യുഗപ്പിറവിക്ക് മുമ്പിൽ എന്നുള്ള എൻ്റെ പുസ്തകത്തിൽ, പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ പ്രേക്ഷകരും ഈ പുസ്തകം ഒന്ന് കണ്ടേക്കുക. അതെ, ഇദ്ദേഹത്തിൻ്റെ നമുക്ക് അവിശ്വസനീയമെന്ന് തോന്നാവുന്ന യഥാർത്ഥ അനുഭവങ്ങളുള്ള പുസ്തകമാണിത്. അത് ഞാൻ വളരെ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തുണ്ടായ എനിക്ക് അനുഭവങ്ങൾ യുഗപ്പിറവിക്ക് മുമ്പിൽ അത് വളരെ നല്ല രീതിയിൽ തന്നെ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ 4 എഡിഷനായി. ഒരു 1.5 കൊല്ലത്തിനുള്ളിൽ ഗ്രീൻ ബുക്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ 4ാമത്തെ എഡിഷനിലേക്ക് കടന്നു കഴിഞ്ഞു 1.5 കൊല്ലത്തിനുള്ളിൽ. ഇത് ഇംഗ്ലീഷ് ബുക്കാണിത്, മൈ മാസ്റ്റേഴ്സ് ഫ്രം ദ ഫോർത്ത് ഡയമെൻഷൻ. ഈ വാക്ക് ഫോർത്ത് ഡയമെൻഷനെ കുറിച്ച് നമുക്ക് തീർച്ചയായും സംസാരിക്കാം. 4D ആണ്. 4D തീർച്ചയായും. 11D വരെ അതെ, അത് തീർച്ചയായും നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇതാണ് ഇംഗ്ലീഷ് ബുക്ക്. ഇത് നമ്മുടെ നോഷൻ പ്രസ്സാണ് ചെന്നൈയിൽ വെച്ചിരിക്കുന്നത്. പിന്നെ തമിഴ് ബുക്കിന്റെ പേര് കുമാരികാണ്ഡം, ഓ മുരുക കുമാരികാണ്ഡം നോക്കിയാൻ പയണം. അതാണ്, അതും നോഷൻ പ്രസ്സാണ്. അത് നന്നായിട്ട് പോകുന്നുണ്ട്. അതിൽ എൻ്റെ യാത്രയുടെ എനിക്കുണ്ടായ എക്സ്പീരിയൻസിലാണ് ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നത്. നമ്മുടെ അന്വേഷണം പിന്നെ എന്തായി? രണ്ടാമത്തെ വിഗ്രഹം അതിലേക്ക് ഞാൻ വരണത്. അപ്പൊ പിന്നെ ഈ ഭോഗനാഥ സിദ്ധർ എവിടെയൊക്കെ സഞ്ചരിച്ചു അവിടെയൊക്കെ എന്നെ ഭഗവാൻ അയച്ചു തുടങ്ങി. കാടുകളും മലകള് ഗുഹകള്, ഒരു വല്ലാത്തൊരു യാത്രയായിരുന്നു ശരിക്കും അത്. പക്ഷെ ഇതൊന്നും പുറത്ത് പറയരുത്. പിന്നെ ഞാൻ എന്നോട് സൈലന്റിലേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ എന്ത് പുറത്ത് പറയാൻ പറയണോ അതുവരെ പുറത്ത് പറയരുത്, യാത്രകൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പറഞ്ഞു. ഞാനത് ഞാൻ ആരോടും പറയാണ്ട് വളരെ അടുത്ത സുഹൃത്തുക്കളോട് മാത്രം പറഞ്ഞ് ഒരു വല്ലാത്ത യാത്രയായിരുന്നു. ഒരുപാട് പർവ്വതമല എന്ന് പറഞ്ഞ മല, നക്ഷത്രകുണ്ട്, മധുരയ്ക്കടുത്തുള്ളൊരു മൊട്ടമല, അങ്ങനെ അത് വാങ്ങി. അത് 2007 ശ്രീലങ്കയിൽ ആദ്യമായിട്ടൊരു വിദേശത്ത് പോയത് 2007. അന്ന് ബാബാജിയുടെ ഡയറക്ഷനാണ് വരുന്നത്. നമ്മുടെ രണ്ടുപേരുടെയും പൊതു സുഹൃത്തായ രഞ്ജിത്ത് ഉണ്ടായിരുന്നു, രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ. അദ്ദേഹം എന്നോട് 3 മലയിൽ വന്നിട്ടുണ്ട്. ആഞ്ജനേയർ മല, പഴനിയുടെ അടുത്ത് മൊട്ടമല, നക്ഷത്രകുണ്ട്, പിന്നെ ഈ ഇവിടേക്ക് ശ്രീലങ്ക കതിർഗാമ ഒരു ഭയങ്കര മിസ്റ്റിക് പ്ലേസാണ്. ഈ കതിർഗാമയിൽ ഭോഗനാഥ സിദ്ധർ വെച്ചിട്ടുള്ള മുരുകയന്ത്രമാണ് ഉള്ളത്. കതിർഗാമ ശ്രീലങ്കയിലാണ്. അതിൽ നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് വിഗ്രഹങ്ങളൊന്നുമില്ല, ഒരു തിരശ്ശീല മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുള്ളിലാണ് ഈ മുരുകയന്ത്രം വെച്ചിരിക്കുന്നത്. അത് നമുക്ക് കാണാൻ പറ്റില്ല, കൊല്ലത്തിലൊരിക്കല വെളിയിലെടുക്കുള്ളൂ. ഇവിടെ വെച്ചിട്ടാണ് ഭോഗനാഥ ശിഷ്യനായിട്ട് ഗുരു ബാബാജി വരുന്നത്. അവിടെ വെച്ചിട്ടാണ് ഭയങ്കര മിസ്റ്റേക്ക് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ഞങ്ങൾ 2007 ഭഗവാന്റെ ഡയറക്ഷനിൽ അവിടെ പോകണത്. അന്നാണ് LTTയുടെ ഭയങ്കര പ്രശ്നമുള്ള സമയത്ത് നമ്മുടെ കൊളംബോ എയർപോർട്ടിൽ പുറത്തിറങ്ങിയ തൊട്ട് നമ്മളൊരു വേറെ ലോകത്തെത്തിപ്പെട്ടായിരുന്നു. കാരണം നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ഓരോ നമ്മൾ ബ്രിഡ്ജ് പാലെത്തുമ്പോൾ നമ്മളോട് പുറത്തിറങ്ങാൻ പറയും. ഒരു വണ്ടി പോകും, നമ്മൾ നടന്ന് പാലം കിടക്കണം, എല്ലാവരും ചെക്കിങ്. പക്ഷെ കൊളംബോ കഴിഞ്ഞപ്പോൾ ആ ഒരു ഇതൊന്നും പോയിട്ട് അത്ര ഗൗരവം ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള യാത്രയായിരുന്നു 2012-13 വരെ. അങ്ങനെ ഒരുപാട് യാത്രയായിരുന്നു. ഭോഗമോഷി സഞ്ചരിച്ച എല്ലാ വഴിയിലൂടെയും എന്നെ സഞ്ചരിക്കും. പക്ഷെ എന്തിന് എനിക്കറിയണ്ടായിരുന്നില്ല. ഭഗവാനോട് യാത്ര ചെയ്യാൻ ഞാൻ പോകണു. ഒരു 2010 വരെ എൻ്റെ ഉള്ളിൽ അപ്പോഴും 7-8 വരെ എൻ്റെ ഉള്ളിൽ സിനിമ തന്നെ. ഞാൻ പറയണം ചെയ്യുന്നു, എനിക്ക് സിനിമ ഒന്ന് ശരിയാക്കും, എല്ലായിടത്തും പോവും ഇങ്ങനെ പോയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സിനിമയല്ല എൻ്റെ ഫീൽഡ്, വേറെ എന്തോ പരിപാടി ഉണ്ട്. അപ്പം ഞാൻ ഒന്ന് ഒക്കെ പിന്നിലേക്ക് വിട്ട് ഞാൻ മിണ്ടാണ്ടേ ആയി തുടങ്ങി. ഒരു 2012 എത്തിയപ്പോഴാണ് 13 ആവുമ്പോഴാണ് എനിക്ക് എന്തിന് എന്നുള്ളൊരു ഉത്തരം കിട്ടിയത്. ആ എന്തിന് എന്നുള്ള ഉത്തരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുമാരികാണ്ഡം എന്നുള്ളൊരു ലോസ്റ്റ് കോണ്ടിനായിട്ട് ബന്ധപ്പെട്ടത്. മുരുകയുഗം, ഒരു യുഗപ്പിറവി, അതായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം നമുക്ക് എപ്പോഴും ഭൂമിയിൽ ഒരു എനർജി ഷിഫ്റ്റിങ് വരും, ഒരു യുഗം ചേഞ്ച് ചെയ്യും. നമ്മൾ കലിയുഗം എന്നൊക്കെ പറയുന്ന യുഗത്തിൽ, ഈ കലിയുഗത്തിൽ തന്നെ പല വ്യത്യാസങ്ങൾ, പല ടൈമിൽ ചേഞ്ചുകൾ വരുന്നുണ്ട്. അതിലൊരു യുഗ ചേഞ്ച് നടക്കുന്ന സമയമാണ് 2013. അതിൽ നമുക്കൊക്കെ ബോഡിക്ക് ഒരു ഫിസിക്കൽ ബോഡി ഉണ്ട്, ഒരു ആസ്ട്രൽ ബോഡി ഉണ്ട്. നമ്മൾ സിദ്ധന്മാരൊക്കെ സമാധിയാവുമ്പോൾ
ഫിസിക്കൽ ബോഡി ഉപേക്ഷിച്ചിട്ട് ആസ്ട്രൽ ബോഡിയിൽ വർക്ക് ചെയ്യും അവർ. ഏതൊരാളുടെ കൊണ്ട് ഗൈഡൻസ് കൊടുക്കാൻ പറ്റും. അതാണ് മഹാസിദ്ധന്മാർ, അതാണ് ജീവസമാധി എന്ന് അവരെ കുറിച്ച് പറയുന്നത്. ആസ്ട്രൽ ബോഡിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഭോഗർനാഥ സിദ്ധരൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട അമ്പലങ്ങളൊക്കെ നോക്കിയാൽ അറിയാം, പഴനി ഭോഗർനാഥ സിദ്ധരുടെ സമാധിയാണ്, ജീവസമാധിയുള്ളത്. അഗസ്ത്യ സിദ്ധരുടെയാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം. കൊങ്കണരുടെയാണ് തിരുപ്പതി ക്ഷേത്രം. ഒരുവിധം മെയിൻ ക്ഷേത്രങ്ങളിലൊക്കെ ഈ സിദ്ധന്മാരുടെ സമാധി. ഇതൊന്നും ആർക്കും അറിയില്ല. ഇതൊക്കെ അതിൻ്റെ ഒരു ക്ഷേത്രത്തിൽ പോകുന്ന ഭഗവാനെ മാത്രം കാണുന്നത് ഇവരുടെ ഈ പറയുന്ന ജീവസമാധി സ്ഥലം കൂടിയാണെന്നുള്ളത് അറിയില്ല. ഭക്തർക്കറിയില്ല. അത് ഒരു വേറെ ഒരു തിരശീലം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ രഹസ്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അത് ഒരുപാട്, കാരണം ഇവര് അതിനു വേണ്ടി തയ്യാറാക്കി വെച്ചിട്ട് കുറേ രഹസ്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ഭോഗർനാഥ ഇവിടെ ഒരു ഷിഫ്റ്റ്, നമുക്കൊരു ആസ്ട്രൽ ബോഡി ഉള്ള പോലെ എർത്തിനൊരു ഫിസിക്കൽ എർത്ത് ഉണ്ട്, ആസ്ട്രൽ എർത്ത് ഉണ്ട്. ഈ ആസ്ട്രൽ എർത്തിലാണ് ഫസ്റ്റ് നമുക്ക് ചേഞ്ച് വരിക. നമ്മൾ ബോഡി ഫിസിക്കൽ ബോഡിയിൽ എന്തെങ്കിലും കാര്യം സംഭവിക്കണമെങ്കിൽ നമ്മുടെ ആസ്ട്രൽ ബോഡിയിൽ സംഭവിച്ചിട്ടാണ് ഫിസിക്കൽ ബോഡിയിലേക്ക് വരുള്ളൂ. അതേപോലെ എർത്തിൽ വലിയൊരു ഹിസ്റ്ററി ചേഞ്ച് ചെയ്യണമെങ്കിൽ ആസ്ട്രൽ എർത്തിൽ എഫക്റ്റ് ആയിട്ട് മെല്ലെ ഫിസിക്കൽ എർത്തിലേക്ക് വരിക. ഇവിടെ നമ്മൾ കാർത്തിക നക്ഷത്രം, ലീഡിയസ് സ്റ്റാർ ക്ലസ്റ്റർ എന്ന് പറയും. കാർത്തിക നക്ഷത്രക്കൂട്ടത്തിൻ്റെ എനർജി ഭയങ്കരമായിട്ട് വന്നു തുടങ്ങുന്ന സമയമാണ് 2013. ആസ്ട്രൽ എർത്തിൽ അത് എഫക്റ്റ് ചെയ്ത് തുടങ്ങും. മെല്ലെ ഫിസിക്കൽ എർത്തിൽ അത് പിന്നെ വരും. അത് വന്നു കഴിഞ്ഞു. അത് 2020 ഞാൻ അതിലേക്ക് വരാം. നമുക്ക് 2013 ആരംഭമാണ്. ഇതിനിടയ്ക്ക് ഞാൻ വിഷയത്തിൽ നിന്ന് പതുക്കെ ഒന്ന് ഡീവേറ്റ് ചെയ്യട്ടെ. അതായത് അങ്ങയുടെ ഈ യാത്രകളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ലോകത്ത് പലയിടത്തും ചില എനർജി പോയിന്റ്സ് ഉണ്ട്. 2013 അങ്ങ് മനസ്സിലാക്കുന്നു ഇനി വരാൻ പോകുന്നിരിക്കുന്ന ഒരു മുരുകയുഗമാണ്. മുരുകയുഗത്തിന് ശേഷം ഭാരതത്തിൻ്റെ ഭാവി വല്ലാതെ മാറാൻ പോവുകയാണ്. 3 കാര്യങ്ങൾ നടക്കുന്ന പറയാൻ അല്ല, പൂർത്തിയാക്കട്ടെ. ഭാരതത്തിന് അപ്പോൾ ഇത് ഭാരതത്തിൻ്റെ മാറ്റം, ഭാരതം വലിയ തോതിൽ മാറുന്നു. ലോകത്തിന് മുന്നിൽ ഭാരതം ശിരസുയർത്തി നിൽക്കുന്ന ഒരു ഭാരതമാണ് അങ്ങ് പറഞ്ഞത് മുരുകയുഗത്തിൽ. 2014 ഭാരതത്തിൽ വലിയ ഭരണമാറ്റം ഉണ്ടായി. നരേന്ദ്രമോദി വരുന്നു. അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ പലതും പിന്നീട് അതിൻ്റെ എക്കോ പോലെ മോദി പറയുന്നുണ്ട്. അത് തീർച്ചയായും അതൊരു തുടർച്ചയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം അന്ന് പറഞ്ഞ 3 കാര്യം, ഭഗവാൻ ഈ മുരുകയുഗത്തിൽ നടക്കാൻ പോകുന്ന 3 കാര്യങ്ങൾ പറഞ്ഞത്. കുമാരികാണ്ഡം എന്ന ലോസ്റ്റ് കോണ്ടന്റ്, അതിനുള്ള രഹസ്യങ്ങൾ വെളിയിൽ വരും. ഭാരതം സൂപ്പർ പവർ. 2013 എനിക്ക് ഈ മെസ്സേജ് കിട്ടുന്നത്. സൂപ്പർ പവർ ആവും ഈ മുരുകയുഗത്തിന് വേണ്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ ചെയ്യാനാണ് എന്നെ തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് എന്നെ കൊണ്ട് ഇത്ര നാള് നടത്തിച്ചതിൻ്റെ കാരണം, ഇനി നടത്തിക്കാൻ പോണതിൻ്റെ കാരണം. ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 2013 ഞാൻ അറിയണത്. 2013 ശേഷം അന്നിപ്പോൾ പറഞ്ഞല്ലോ, ആ ഒരു കണക്ഷൻ പറഞ്ഞല്ലോ. തീർച്ചയായും നമ്മുടെ LMRK എന്നുള്ളതിലേക്ക് വരുമ്പോൾ അവിടെ ചെയ്ത ഡ്യൂട്ടികൾ പറയുമ്പോൾ അത് കൂടുതൽ വ്യക്തമായിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലാവും ഈ പറഞ്ഞ കണക്ഷൻസ്. 2013 തൊട്ട് അപ്പോഴെനിക്ക് വെളിയിൽ പറയാനുള്ള അധികാരമില്ല. 2013 തൊട്ട് ഒരു 2-3 കൊല്ലം വിദേശങ്ങൾക്ക് എൻ്റെ യാത്ര. പല സ്ഥലങ്ങളിലെ എനർജി പോയിന്റുകളുണ്ട്. ഈ എനർജി പോയിന്റുകളിൽ ടച്ച് ചെയ്യാൻ വരാൻ വേണ്ടി അയച്ചു. നമുക്കത് ഡീറ്റെയിൽസ് പറയാം. അങ്ങനെ 2016 2016 ഭഗവാന്റെ ഡയറക്ഷൻ വന്നത്. ഇനി നിങ്ങൾ വെളിയിലേക്ക് പറയാനുള്ള നിനക്ക് അനുവാദം തരുന്നു. നിന്നെ ആൾക്കാർ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടി, അവരുടെ പേഴ്സണൽ കാര്യമൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കാം. അത് ഭഗവാന്റെ അനുഗ്രഹത്തിൽ ഇതാവും. പക്ഷെ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, നീ ഒരു ഗുരുവാന്ന് ആരോടും പറയാൻ പാടില്ല. 2, കാവ്യവസ്ത്രം പോലത്തെ ഡ്രസ്സുകളിട്ട് ഒരു ഗോഡ് മാൻ എന്നുള്ള ലെവലിലേക്ക് മാറാൻ പാടില്ല. ഒരു ക്യാപ്റ്റൻ, ടീമിന്റെ ക്യാപ്റ്റൻ എന്നുള്ള പൊസിഷനിൽ നിന്നിട്ട് ഒരു ടീമിനെ മുരുകയുഗത്തിലേക്ക് നയിക്കുക, അതിന്റെ കാര്യങ്ങൾ ചെയ്യുക. ഇത് ചെയ്യാൻ വേണ്ടി LMRK, ലയൺ മയൂര റോയൽ കിങ്ഡം ആണ് പേര്. അതൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അവിടുന്ന് അതിൻ്റെ മേലിൽ നിന്നിട്ട് മുരുകവാൻ്റെ ഡ്യൂട്ടികൾ ചെയ്യുക. ആ ഡ്യൂട്ടികൾ എങ്ങനെ ലോകത്തിനെ മാറ്റിമറിക്കണം, ഭാരതത്തിനെ എങ്ങനെ സൂപ്പർ പവറിലേക്ക് കൊണ്ടുവരുന്നു നിൻ്റെ ജീവിതത്തിൽ നിനക്ക് കാണാൻ പറ്റും. ഇതാണ് 2016 എനിക്ക് കിട്ടിയത്. 2017 മെയ് 1 ഷഷ്ടി നാളിൽ പഴനിയിൽ വെച്ചിട്ടാണ് LMRK രൂപീകരിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ തുറന്നു പറയാനുണ്ട്. ഇപ്പോൾ രജിത് കുമാർജി നമ്മളോട് LMRKയിലേക്ക് ഒരു സാധാരണ ചെറുപ്പക്കാരനായ സിനിമാ മോഹവുമായി നടന്ന ഒരു യുവാവ് എങ്ങനെ മുരുക ഭഗവാന്റെ ഒരു അംബാസഡറായി മാറി എന്നതിൻ്റെ ഒരു ചെറിയ വിവരണമാണ് പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് അദ്ദേഹം പറയുന്ന 2013 ശേഷം നമ്മുടെ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, നമ്മൾ നേരത്തെ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയ മുരുക ഭഗവാന്റെ 2ാമത്തെ വിഗ്രഹം, അതിനെ തേടിയുള്ള അന്വേഷണങ്ങൾ, ഇങ്ങനെ അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങൾ രജിത് കുമാർജിക്ക് ഇനി പറയാനുണ്ട്. അത് തൊട്ടടുത്ത എപ്പിസോഡിൽ നമ്മൾ പറയും. എല്ലാ പ്രേക്ഷകരും ഇതിൻ്റെ 2ാമത്തെ എപ്പിസോഡ് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.